പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ 2024 നവംബർ 30 അതായത് 1200 വൃശ്ചിക മാസം 15 തീയതി ശനിവാരമാകുന്നു. നാളെ തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് 5:56 അസ്തമയം വൈകിട്ട് 6:26 നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ശനിയാഴ്ചത്തെ രാഹുകാലം വരുന്നത് കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാണ്. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നിങ്ങൾക്ക് രാഹുകാലം 9:28 മുതൽ 10:58 വരെയുള്ള സമയമായി സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് 12:30 വരെ വിശാഖം നക്ഷത്രമാകുന്നു. 12:30 കഴിഞ്ഞാൽ അനിഴം നക്ഷത്രമാകുന്നു. ശനിയാഴ്ചയും അനിഴം നക്ഷത്രവും വളരെ ഗുണകരമായ ദിനമാകുന്നു. കാരണം അനിഴം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹമാകുന്നു ശനി. പൂയം, അനിഴം, ഉത്രട്ടാതി. അതിനാൽ നാളെ കാലത്ത് നിങ്ങൾക്ക് വിഷ്ണുക്ഷേത്ര ദർശനമാകാം. വൈകിട്ട് നിർബന്ധമായും നിങ്ങൾക്ക് ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന ക്ഷേത്ര ദർശനം ചെയ്യാം. ഇത് രണ്ടും കൂടി ചെയ്യുവാൻ ഏറ്റവും അനുകൂലമാണ്. നിങ്ങൾക്ക് കാലത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാം. അവിടെ ഹനുമാന് പ്രിയപ്പെട്ട അവൽ നിവേദ്യം ഗത ഒപ്പിച്ച് നിങ്ങളുടെ ശത്രുദോഷങ്ങൾക്ക് പരിഹാരം കാണാം. മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം, അല്ലെങ്കിൽ അധിക ഹനുമാൻ ക്ഷേത്രത്തിലും ശ്രീരാമസ്വാമിയാണ് ഉണ്ടാവുക പ്രധാന ദേവതയായി. അതിനാൽ വിഷ്ണുവാണെങ്കിൽ തുളസിമാല, പാൽപ്പായസം, അതേ രീതിയിൽ ശ്രീരാമസ്വാമിയാണെങ്കിലും തുളസിമാല, പാൽപ്പായസം വഴിപാടായി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. വടക്കൻ മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം ഹനുമാൻ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. കണ്ണൂർ ജില്ലയിൽ മക്രേരിയിൽ അതിശക്തമായ ഹനുമാൻ ക്ഷേത്രമുണ്ട്. തലശ്ശേരി, തിരുവങ്ങാട് ഹനുമാൻ ക്ഷേത്രവും വളരെ ശക്തമാണ്. അവിടെ ശ്രീരാമസ്വാമിയാണുള്ളത്. ധർമ്മടം മണ്ഡലത്തിൽ വരുന്ന അണ്ടലൂർക്കാവ് ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. അവിടെയും ശ്രീരാമസ്വാമിയാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഹനുമാൻ സ്വാമി ക്ഷേത്രം ഹനുമാരമ്പലമാകുന്നു. പഴയങ്ങാടിക്കടുത്തുള്ള വളരെ ചിരപുരാതനമായ ക്ഷേത്രമാകുന്നു. അവിടെയും ശ്രീരാമസ്വാമിയാണ് പ്രധാനപ്പെട്ട ദേവത. ഹനുമാൻ ഉപദേവതയാണ്. മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ അവിടെയുണ്ട്. അവിടെ അയ്യപ്പസ്വാമിയും വളരെ പ്രാധാന്യത്തോടുകൂടി വർത്തിക്കുന്നുണ്ട്. നാളെ തിഥി ഞാൻ സൂചിപ്പിച്ചു, ചതുർദശിയാണ്. വിശേഷപ്പെട്ട ഒരു സാമ്പത്തികമായ ഇടപാടുകൾക്കും നല്ലതല്ല. നിങ്ങൾക്ക് നിർബന്ധമായും പിതൃക്കളുടെ മറ്റന്നാൾ വരുന്നത് അമാവാസ്യയാണ്, കറുത്ത വാവാണ്. അതിന് വേണ്ടി നാളത്തെ ദിനം അമാവാസി ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്യാം. അമാവാസി ഒരിക്കൽ ചെയ്ത് പിതൃതർപ്പണത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളത്തെ ഒരു ദിനം ചെയ്യണം. അതിലൂടെ പിതൃക്കളുടെ ആ മോക്ഷത്തിലൂടെ, ആ ബലികർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾ അറിയണം, അനുഭവിക്കണം. പ്രീത പ്രേതാസ്വാമീപിർ വിദദതി സകലാഹ സമ്പദ സന്തതി എന്നാണ് പ്രമാണം. സന്തുഷ്ടരായ പ്രേതങ്ങൾ തനിക്കും തൻ്റെ സന്താന പരമ്പരക്കും എല്ലാവിധ ആശീർവാദങ്ങളും നൽകുമെന്നാണ് ശാസ്ത്രം. അതിനാൽ പിതൃകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നടത്തുക. നന്ദി, നമസ്കാരം.